MLA മുന്നിൽ നാടകീയമായ സംഭവങ്ങൾ നടക്കുകയാണ്. രാഹുലിനെ SFI പ്രവർത്തകർ തടഞ്ഞു. തടഞ്ഞ SFI പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുകയാണ്. അതിനിടയിൽ കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ എന്നറിയില്ല. വേറൊരു വഴി പോകാൻ പറയുന്നുണ്ട് പോലീസ്, പക്ഷേ അതിന് കൂട്ടാക്കാതെ വണ്ടി നിർത്തി അവിടെ തന്നെ നിൽക്കുകയാണ് രാഹുലും ഡ്രൈവറും. രാഹുൽ സുഹൃത്താണോ എന്നറിയില്ല. അത് എന്തായാലും രാഹുൽ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലേക്ക് എത്തിയത്. ഇപ്പോൾ MLA ഹോസ്റ്റലിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നിലാണ് SFI പ്രവർത്തകർ അപ്രതീക്ഷിതമായി രാഹുലിൻ്റെ വാഹനത്തിന് മുന്നിൽ ഇരിക്കുകയും അത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും തടയുകയും ചെയ്തത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് അതിനകത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. SFI പ്രവർത്തകർ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നവരല്ല, ഞങ്ങൾ ഇവിടേക്ക് ഉണ്ട് എന്ന പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു NSF ഒരു നേതാവ് രാഹുലിനോട് അവിടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ തന്നെ തുടരുകയാണ് രാഹുൽ ഇപ്പോഴും ഉള്ളത്. അല്പസമയത്തിനകം രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനു മുമ്പാണ് ഈ SFI പ്രവർത്തകരുടെ വഴിതടയലുണ്ടായത്. ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോയതിനു ശേഷം രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി. നിയമസഭയിൽ 40 മിനിറ്റോളം ചെലവഴിച്ചു. ഒരു കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള കുറിപ്പല്ല എന്നിപ്പോൾ അറിയാൻ കഴിയുന്നു. അത് രാഹുലിൻ്റെ PS തന്നെ രാഹുലിനോടൊരു ചോദ്യം കുറിപ്പായി ചോദിച്ചതാണ്. റവന്യൂ അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നതായിരുന്നു ആ ചോദ്യം. വണ്ടിയെടുക്കാൻ പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന അതിനുള്ളിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാം. MLA ഹോസ്റ്റലിനകത്ത് വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാം. നമ്മളിപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു, വണ്ടിയെടുത്തോ എന്ന് പോലീസ് പറയുകയാണ്. അവിടെ SFI പ്രവർത്തകർ ഉണ്ടായിരുന്നു. എനിക്ക് ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ മാറ്റി പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. പോലീസ് കുഴപ്പമില്ല, വണ്ടി എടുത്തോളാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ പക്ഷേ അല്പസമയത്തിനകം ഹാഷ്മി, അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാമെന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ കാണാമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. SFI പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെ അദ്ദേഹം ഇവിടെ നിന്ന് വാഹനം മുന്നോട്ടെടുക്കാൻ തയ്യാറായില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഏറെ പണിപ്പെട്ടാണ് രാഹുലിനെയും ഒപ്പം ഈ പ്രതിഷേധക്കാരെയും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ രാഹുലിന്റെ വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഈ നിയമസഭയിലേക്കാണ് രാഹുൽ പോകുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്നതാണ് അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴും വീണ്ടും പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. രാഹുലിന്റെ വാഹനത്തിന് മുന്നിൽ കയറി SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധിച്ച പ്രവർത്തകരൊക്കെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്നുണ്ട്. ഇപ്പോൾ പോലീസ് രാഹുലിന്റെ വാഹനം കടന്നുപോകാനുള്ള വഴിയൊരുക്കുകയാണ്. ഈ വാഹനം അവിടെ നിർത്തിക്കൊണ്ടാണ് രാഹുലും ഇതിന് മറുപടി പറയുന്നത്. ഈ പറയാനുള്ള എല്ലാ കാര്യങ്ങളും താൻ മാധ്യമങ്ങളോട് പറയും, നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ള ഒരു വിശദീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ നാടകീയ സംഭവങ്ങളാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും അരങ്ങേറുന്നത്. രാഹുൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. നിയമസഭാ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ് രാഹുൽ അപ്രതീക്ഷിതമായി നിയമസഭയിൽ എത്തുന്നത്. നിയമസഭയ്ക്ക് അകത്ത് മറ്റ് പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിയമസഭ വിട്ടിറങ്ങി രാഹുൽ ഈ പട്ടം ഭാഗത്തേക്ക് പോയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭയിലേക്ക് വരികയായിരുന്നു. നിയമസഭയിൽ വന്ന ശേഷം രാഹുൽ അവിടെ നിന്ന് MLA ഹോസ്റ്റലിലേക്ക് പോയി. MLA ഹോസ്റ്റലിൽ കുറെ നേരം ചെലവഴിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീണ്ടും MLA ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളെ കാണാമെന്നുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. വലിയ തരത്തിലൊരു പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നിന്ന് രാഹുലിനെതിരെ ഉണ്ടായി. നേരത്തെ ഈ വിവാദം അല്ലെങ്കിൽ ഈ വിഷയം ഉയർന്ന ആ ഒരു ഘട്ടം മുതൽ തന്നെ SFI ആണ് രാഹുലിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്നത്. അതിന്റെ കൂടി തുടർച്ചയായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും SFI നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നീക്കിയിട്ടുണ്ട്. ഇനി രാഹുലിന് പറയാനുള്ളത് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ ഉൾപ്പെടെ ആകെ പ്രതിരോധ സഭയിലേക്ക് പോവുകയാണ്, സഭാ കവാടത്തിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA ഹൗസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴായിരുന്നു SFI പ്രവർത്തകരുടെ പ്രതിഷേധവും വഴിതടയലും ഉണ്ടായത്. പ്രതിഷേധത്തിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭാ കവാടത്തിലേക്ക് പോകുന്നു. സഭാ കവാടത്തിന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയും ഈ വിഷയത്തിൽ? പ്രതിപക്ഷ നേതാവിൻ്റെ കടുത്ത നിലപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അങ്ങനെ വിശദമായൊരു മറുപടി ഇതുവരെ രാഹുൽ പറഞ്ഞിട്ടില്ല. ശ്രീത്ത് വിവരങ്ങൾ വായിച്ചു. ശ്രീത്ത്, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരേ ഒരു തവണ മാത്രമാണ് ആദ്യം KPC അധ്യക്ഷ സ്ഥാനത്തുനിന്നുള്ള രാജി പ്രഖ്യാപിക്കാൻ രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം ഈ ട്രാൻസ്ജെൻഡർ ആ കുട്ടിയുടെ കാര്യത്തിലുള്ള ഒരു പ്രതികരണം
പറഞ്ഞൊഴിച്ചു നിർത്തിയാൽ കാര്യമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ രാഹുൽ നടത്തിയിട്ടില്ല. രാഹുൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.